കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കുളിച്ച് യാത്ര ചെയ്ത ബ്ലോഗർ സജു TS മോട്ടോർ വാഹന വകുപ്പിന് വിശദീകരണം നൽകി. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കരുതുമെന്നാണ് വിശദീകരണം. 10ഓളം വരുന്ന മോട്ടോർ വാഹന നിയമലംഘനങ്ങളിലാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണന് വിശദീകരണം ചോദിച്ചത്. ഓടുന്ന കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചതുൾപ്പെടെ സഞ്ജുവിന്റെ യൂട്യൂബ് പേജിൽ MVD നടത്തിയ പരിശോധനയിൽ 10ഓളം നിയമലംഘന വീഡിയോകൾ കണ്ടെത്തിയിരുന്നു. ഇതിന്മേലാണ് എൻഫോഴ്സ്മെന്റ് RTO വിശദീകരണം നൽകാൻ നോട്ടീസ് അയച്ചത്. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്നും സഞ്ജു ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് രേഖാമൂലം വിശദീകരണം നൽകി. വിശദീകരണം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. അതേസമയം സഞ്ജുവും സുഹൃത്തുക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹിക സേവനം തുടരുകയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 11-നാണ് സാമൂഹിക സേവനം ആരംഭിച്ചത്. 15 ദിവസത്തേക്കാണ് ഇവർക്ക് ശിക്ഷ നൽകിയിരിക്കുന്നത്. ഇനി 11 ദിവസം കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യണം. നേരത്തെ സാമൂഹിക സേവനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണ് സഞ്ജുവിനും സുഹൃത്തുക്കൾക്കും സാമൂഹിക സേവനം നൽകിയത്. രാവിലെ 8 മുതൽ 2 വരെയാണ് സേവനം ചെയ്യേണ്ടത്. 2 ആഴ്ച മുൻപാണ് സഞ്ജു സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത്. കാറിന് നടുവിലെ 2 സീറ്റുകൾ മാറ്റി പകരം പ്ലാസ്റ്റിക് ടർപ്പോളിൻ കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി. തുടർന്ന് 3 സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. 24 ആലപ്പുഴ.